ഇനി ശ്രീ വാവച്ചന്റെ സുവിശേഷങ്ങൾ കാണാം. മലയാള സിനിമയ്ക്ക് വാവച്ചൻ എന്ന കലാകാരനെ സമ്മാനിച്ച സംവിധായകൻ ജയരാജ് വാവച്ചന്റെ മഹത്വം പുസ്തക രൂപത്തിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ശ്രീ വാവച്ചന്റെ സുവിശേഷങ്ങൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്. പ്രകാശനം കോട്ടയത്തെ ജയരാജിന്റെ വീട്ടിൽ നടന്നു. ജയരാജിന്റെ അമ്മ സാവിത്രി അമ്മ പുസ്തക പ്രകാശനം നിർവഹിച്ചു. കലർപ്പില്ലാത്ത മനുഷ്യൻ എന്നാണ് ജയരാജ് വാവച്ചനെ വിശേഷിപ്പിക്കുന്നത്. ജീവിതം ഉത്സവമാക്കി മാറ്റിയ തൃക്കൊടിത്താനക്കാരൻ. ജപ്പാൻകാരോടും ഇംഗ്ലീഷുകാരോടും ഉൾപ്പെടെ എല്ലാ ഭാഷക്കാരോടും മലയാളത്തിൽ മാത്രം സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വിദഗ്ധൻ. കരുണം സിനിമ രാജ്യാന്തര പ്രശസ്തി നേടി. ജപ്പാനിലെ ഫുക്കുവോക്ക ഫിലിം ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ വാവച്ചനും ജയരാജും പോയി. വിമാനത്തിൽ കയറിയ വാവച്ചൻ കണ്ണൊന്നു തെറ്റിയപ്പോൾ ചൈനീസ് സുന്ദരിമാരുടെ മടിയിൽ കിടന്നും ഉമ്മ വെച്ചും ഫോട്ടോ എടുക്കുന്നു. ചോദിച്ചപ്പോൾ എല്ലാം അവളുമാരുടെ പണിയാ, ഞാനിവിടെ വെറുതെ ഇരിക്കുമായിരുന്നുവെന്ന്. ചുരുക്കത്തിൽ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിലൊക്കെ പാടി വാവച്ചൻ ജപ്പാനിലും താരമായി. ബസ്സിന്റെ ബോർഡ് വായിക്കാൻ അറിയില്ല, പക്ഷെ വാവച്ചൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ ബന്ധുക്കളുടെ അടുത്തും വാവച്ചൻ ഇഷ്ടമുള്ളവരുടെ ഒക്കെ വീടുകളിൽ വാവച്ചൻ പൊയ്ക്കൊണ്ടിരിക്കും. എല്ലാവരെയും നോക്കി ചിരിക്കും. ഇപ്പം ഞങ്ങൾ ജപ്പാനിൽ പോയ സമയത്ത് ഞാൻ കണ്ടത് അവിടെ യാതൊരു ഭാഷയുടെ അതിർവരമ്പുകളും ഇല്ലായിരുന്നു. വാവച്ചൻ അവരെ എന്നേക്കാൾ കൂടുതൽ അവിടെ ആൾക്കാരെല്ലാവരും വാവച്ചനാണ് ഏറ്റെടുത്തത്. ജപ്പാനിൽ നിന്ന് 30,000 രൂപയ്ക്ക് മേടിച്ച ഒരു പെട്ടി നാട്ടിൽ കൊണ്ടുവന്ന് നല്ല വിലയ്ക്ക്, അതായത് 150 രൂപയ്ക്ക് വിറ്റപ്പോൾ ജയരാജ് ദേഷ്യപ്പെട്ടു. വാവച്ചൻ ചോദിച്ചു, ജപ്പാനിൽ നിന്ന് മേടിച്ചെന്ന് വെച്ച് പെട്ടിയല്ലാതാകുമോ? ഇത്തരത്തിലുള്ള മഹത്വചനങ്ങളിലൂടെ വാവച്ചനെ വ്യക്തമാക്കുന്നു ജയരാജ്. കുമ്പസാരിക്കാത്ത വാവച്ചൻ അതിനൊരു കാരണം കണ്ടെത്തുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിന് കാണാമല്ലോ, പിന്നെ എന്തിനാ കുമ്പസാരിക്കുന്നത്? വാവച്ചൻ ജീവിക്കുകയാണ് മനുഷ്യനെ പോലെ. ജയരാജ് ആ ജീവിതം അടയാളപ്പെടുത്തുന്നു ശ്രീ വാവച്ചന്റെ സുവിശേഷങ്ങളിലൂടെ. ക്യാമറമാൻ ഹരിവിദ്രയ്ക്കൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കോട്ടയം.